അസുരൻ്റെ പ്രണയം. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. പുരുഷോത്തമൻ, ദശാരുദ്രൻ, അഭിലാഷ് എല്ലാവരും ഒരു കുന്നിൻ മുകളിൽ പോയി നിന്നു. എന്താടാ കാണണമെന്ന് പറഞ്ഞത്? അഭിലാഷ് മൗനം ഉറപ്പിച്ചു. ആ ഈശ്വരി എന്തോ പ്ലാനാണ്, ഉറപ്പാ. അല്ലെങ്കിൽ അവൾ ഇത്രയും തിടുക്കം കാണിക്കില്ല. പുരുഷോത്തമൻ സംശയത്തോടെ പറഞ്ഞു. അച്ഛാ, എൻ്റെ വഴിയിലൂടെ പോയി എന്നിലിരിക്കുന്ന ആ എവിഡൻസ് കയ്യിലാക്കുക എന്നതാണ്. അത് കയ്യിലാക്കിയ ഉടൻ എൻ്റെ മരണം ഉറപ്പ്. എന്തായാലും എന്നെ അവർ കൊല്ലും. ചൂണ്ടയിട്ട് മീൻ പിടിക്കുക, കല്യാണം എന്ന ഇരയിട്ട് എന്നെ പിടിക്കുക എന്നതാ ലക്ഷ്യം. ദശ എല്ലാവരും നോക്കി പറഞ്ഞു. ബട്ട് ആഫ്റ്റർ മാരേജ് നിന്നെ കൊല്ലുമോ? നിന്നെ കൊന്നാൽ രുദ്രൻ്റെ ലൈഫ് അതാലോചിക്കില്ലേ? സംശയത്തോടെ അഭി ചോദിച്ചു. ഏട്ടാ, ഏട്ടൻ ഇത്ര മന്ദബുദ്ധിയാണോ? റാണി ടീച്ചർ, എൻ്റെ ചേച്ചി, ഇവരെ കൊന്ന് രുദ്രേട്ടൻ്റെ തലയിലിട്ട സ്ത്രീയാണ് ഈശ്വരി. ആഫ്റ്റർ മാരേജ് എന്നെ കൊന്നാൽ ഒറ്റക്കല്ലിൽ 2 മാങ്കോ. ഞാനും മരിക്കും, അസുരനും കുടുങ്ങും. അവരുടെ ആഗ്രഹം വിജയിക്കും, ദശ പറഞ്ഞു. നിന്റെ ബുദ്ധി വിമാനം തന്നെ, ചിരിയോടെ അഭിലാഷ് പറഞ്ഞു. ബട്ട് രുദ്രനെ കൊന്നാൽ എന്താണ് അവരുടെ നേട്ടം? അത് നമുക്ക് കണ്ടെത്തണം, പുരുഷോത്തമൻ സംശയത്തോടെ ചോദിച്ചു. രുദ്രൻ പുരുഷോത്തമനെ അടിപിടി നോക്കിക്കൊണ്ട് വാവത്തി ചിരിച്ചു. എന്താടാ ഇങ്ങനെ ഒലിക്കുന്നേ? പുരുഷോത്തമൻ ഒന്നും മനസ്സിലാതെ ചോദിച്ചു. ഒറ്റയടിക്ക് കെട്ടിയോടെ നിലക്കേർത്താൻ കഴിയാത്ത കോന്തൻ അവരുടെ കള്ളങ്ങൾ എന്താണെന്ന് ആലോചിച്ച് തലമുണ്ടാക്കുന്നു, ചിരിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. രുദ്രനെ പുരുഷോത്തമൻ ചുണ്ടു ഉറപ്പിച്ച് നോക്കി. ഈ ഗതി ഒരു കെട്ടിയവനും വരരുത്, ശിവ. രുദ്രൻ ചിരി അടക്കാനത് പറഞ്ഞു. ഏട്ടാ, അതൊക്കെ വിട്, ഇനി എന്താ ചെയ്യാ? ദശ ചോദിച്ചു. നീ നിന്റെ വീട്ടുകാരോട് കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരിക, അതാണ് ചെയ്യേണ്ടത്, രുദ്രൻ പറഞ്ഞു. ദശ തലയാട്ടി. എന്നാ ശരി, നമുക്ക് പോവാം, നല്ല തണുപ്പ്, അഭിലാഷ് 2 കൈയും പോക്കറ്റിൽ വെച്ചോണ്ട് പറഞ്ഞു. നിങ്ങൾ വയ്ക്കോ, രുദ്രൻ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. പുരുഷോത്തമനും അവയും കാര്യം മനസ്സിലായതുപോലെ തലയാട്ടിക്കൊണ്ടുപോയി. അവർ പോയതും രുദ്രൻ ദശയുടെ അടുത്ത് വന്നു. രുദ്രൻ ദശയെ പിടിച്ച് ഒരു കല്ലിന്റെ പുറത്ത് മെല്ലെ ഇരുത്തി. എന്താ അസുര? സംശയത്തോടെ ദശ ചോദിച്ചു. രുദ്രൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ദശയുടെ കാലിനെ എടുത്ത് അവന്റെ മടിയിൽ വെച്ചു. എന്താ കാണിക്കുന്നത്? ദശ കാലിനെ പിന്നോട്ട് വലിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്ന് അടങ്ങിയിരിക്കടി കോപ്പേ, രുദ്രൻ പറഞ്ഞുകൊണ്ട് ആ കാലിൽ സ്വർണ്ണ പാദസരം അണിഞ്ഞു. ദശ അല്പത്തോടെ അവനെ നോക്കി. രുദ്രൻ ദശയെ നോക്കി കള്ളച്ചിരിയോടെ കണ്ണിറുക്കി കാണിച്ചു. രുദ്രൻ മെല്ലെ അവളുടെ കാൽപാദത്തിൽ മെല്ലെ ചുംബിച്ചുകൊണ്ട് ദശയെ നോക്കി. ദശ നാണത്തോടെ രുദ്രനെ നോക്കി. അവൾ നാണം കൊണ്ട് താമരപ്പൂ പോലെ വിടർന്നു. രുദ്രൻ അടുത്ത കാലിനെ അവന്റെ മടിയിൽ വെച്ച് പാദസരം അണിഞ്ഞുകൊണ്ട് ആ കാലിനും ചുമ്മനും കൊണ്ട് നിറച്ചു. എന്നതാസുര, എന്താണ് പറ്റിയത്? പ്രണയം തുളുമ്പുന്നുണ്ടല്ലോ, താടിയൊക്കെ വെച്ചുകൊണ്ട് ചിരിയോടെ ദശ ചോദിച്ചു. അത് ശരി, പ്രണയിച്ചാലും പ്രശ്നം, പിണങ്ങിയാലും പ്രശ്നം. അപ്പോൾ ഞാൻ എന്താടി ചെയ്യേണ്ടത്? പറയടി കോപ്പേ, ദശയുടെ മടിയിൽ കിടന്നുകൊണ്ട് രുദ്രൻ ചോദിച്ചു. അയ്യോ, പിണങ്ങണ്ട, അവന്റെ മീശയെ പിരിച്ചുകൊണ്ട് ചിരിയോടെ ദശ പറഞ്ഞു. രുദ്രൻ അവളെ ഇമോട്ടാതെ നോക്കി. അവന്റെ നോട്ടത്തിൽ അവരുടെ കണ്ണുകൾ തമ്മിലുടക്കി. രുദ്രന്റെ ആ പ്രണയാർദ്രമായ നോട്ടം നേരിടാനാതെ ദശ തല താഴ്ത്തി. അപ്പോഴും രുദ്രൻ ദശയെ നോക്കി. രുദ്രൻ മെല്ലെ ദശയുടെ ധാവണിയെ മാറ്റി. ആ കുഞ്ഞാലിലെ വേറിൽ അവന്റെ ചുണ്ടുകൊണ്ട് അമർത്തി ചുംബിച്ചു. അവന്റെ കുഞ്ഞു മീശ അവളുടെ വയറ്റിൽ കുത്തി. അവൾക്ക് നാണത്താൽ കവിളുകൾ ചുവന്നു. രുദ്രൻ മെല്ലെ ആ ആലിലെ വേറിൽ മെല്ലെ കടിച്ചു. അസുര, വേണ്ട. വേദന കൊണ്ട് രുദ്രനെ അവളിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ദശ അവിടെ നിന്ന് എഴുന്നേറ്റു. ദേ അസുര, ഇത് കുറച്ച് കൂടുന്നുണ്ടേ. എപ്പോൾ നോക്കിയാലും ഒരു കടി. എൻ്റെ ശരീരത്തിൽ കടിയുടെ പാട് മാത്രം. ഇങ്ങേരെന്നെ കെട്ടിയാൽ സാരമില്ല. ഇനിയെങ്ങാനും ഇങ്ങേരെന്നെ കെട്ടാതിരുന്നാൽ, അയ്യോ, എൻ്റെ ജീവിതം.
ദശ തലയിൽ കഴിച്ചു പറഞ്ഞു. പിന്നെ വേറെ വല്ലവനും വന്ന് നിന്നെ കെട്ടിയാൽ അവൻ്റെ തല ഞാൻ എടുക്കും. രുദ്രൻ മെല്ലെ എഴുന്നിട്ട് ദശയുടെ അടുത്തു നിന്ന് ഇടുപ്പിലൂടെ ചുറ്റി ഒരിഞ്ഞ് അവളെ തന്നോട് ചേർത്ത് അവളുടെ കവിളിൽ അമർത്തിച്ചുംബിച്ചു. ഈ പ്രപഞ്ച സാക്ഷിയാണ് നമ്മുടെ പ്രണയത്തിന്. നിന്നെ ഒരു തെണ്ടിക്കും വിട്ടുകൊടുക്കില്ല. ഈ രുദ്രൻ്റെ പെണ്ണാ നീ. അത് ആരെതിർത്താലും. കേട്ടോടി എൻ്റെ കാന്താരി. ദശയുടെ മൂക്കിൽ കടിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. ദശ അവൻ്റെ മാറിൽ ചേർന്ന് കിടന്നു. ദശ തൻ്റെ വീട്ടുകാരെ കൊണ്ടുവരാൻ നാട്ടിലോട്ട് യാത്രയായി. ദശയെ കണ്ടതും രേണുക സന്തോഷം കൊണ്ട് വാരിപ്പുണർന്നു. എന്താ മോളെ ഒരു അറിയിപ്പില്ലാതെ? സന്തോഷം കൊണ്ട് രേണുക ചോദിച്ചു. അത് പിന്നെ എനിക്ക് വരാൻ പാടില്ലേ? ചിരിയുടെ ദശ രേണുകയുടെ കവിളിൽ ചുമരം കൊടുത്തുകൊണ്ട് പറഞ്ഞു. ദശ ഉണ്ണിത്താൻ്റെ അടുത്ത് പോയി. മോളെ ഇടർച്ചോടെ ഉണ്ണിത്താൻ വിളിച്ചു. ദശ വാത്സല്യത്തോടെ ഉണ്ണിത്താനെ തലോടി. വിശേഷങ്ങളെല്ലാം പങ്കുവച്ചുകൊണ്ട് എല്ലാവരും അത്താഴം കഴിക്കായിരുന്നു. മോൾക്ക് ഇഷ്ടപ്പെട്ട പിടിയും ഇറച്ചിയും രേണുക ചിരിയോടെ പറഞ്ഞുകൊണ്ട് വിളമ്പി. സന്തോഷത്തോടെ എല്ലാവരും കഴിച്ചു. അച്ഛാ, ദശ മെല്ലെ വിളിച്ചു. എന്താ മോളെ? ഉണ്ണിത്താൻ കഴിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, എൻ്റെ കല്യാണം ഉറപ്പിച്ചു. പേടിയോടെ ദശ പറഞ്ഞു. ഉണ്ണിത്താൻ വിക്കലോടെ നോക്കി. എന്താ മോളെ പറയുന്നത്? നമ്മളറിയാതെ കല്യാണം ഉറപ്പിച്ചു? ഞെട്ടൽ മാറാതെ ഉണ്ണിത്താൻ ചോദിച്ചു. അത് പിന്നെ ദശ എല്ലാ കാര്യങ്ങളും പേടിയോടെ അവിടെ പറഞ്ഞു. ഉണ്ണിത്താൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ഉറച്ചു. രേണുക പേടിയോടെ ഉണ്ണിത്താനെ നോക്കി. നിന്റെ ചേച്ചിയെ കൊന്നവനെ തന്നെ നിനക്ക് കെട്ടണോ അല്ലയോ? ഉണ്ണിത്താൻ ദേഷ്യത്തിൽ ചോദിച്ചു. അച്ഛാ, ഏട്ടനല്ല കൊന്നത്. പേടിയോടെ ദശ പറഞ്ഞു. മിണ്ടരുത്. ഈ കല്യാണം നടക്കണ്ട. ചേച്ചിയെ കൊന്നവന് പാരം തീർക്കാൻ പോകുമെന്ന് പറഞ്ഞു പോയിട്ട് അവനെ തന്നെ പ്രേമിച്ച് കെട്ടാൻ പോകുന്നു. നാണമില്ലേടി നിനക്ക്? പുച്ഛത്തോടെ ഉണ്ണിത്താൻ ചോദിച്ചു. അച്ഛാ, വേദനയോടെ ദശ വിളിച്ചു. എങ്ങനെ തോന്നിയിടി നിനക്ക് അവനെ തന്നെ കയറി പ്രേമിക്കാൻ? ആ പാവം മിണ്ടാപ്രാണിയെ കത്തിച്ച് കൊന്നതുപോലും നീ മറന്നോ? അല്ലെങ്കിൽ കാമ തലയ്ക്ക് പിടിച്ച് നടക്കുമോ അല്ലയോ? ഉണ്ണിത്താൻ ദേഷ്യത്തിൽ ചോദിച്ചു. അച്ഛാ, എൻ്റെ ചേച്ചിയെ കൊന്നവരെ ഞാൻ പകരം വിട്ടും. അതെന്തായാലും എൻ്റെ ഏട്ടല്ലാത്തോണ്ടാ. എൻ്റെ ഏട്ടനെ മറന്ന് ഞാൻ ജീവിക്കില്ല. ദശ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ എൻ്റെ ചിത ഒരുങ്ങുന്നത് നീ കാണും. അല്ലെങ്കിൽ പണ്ടേ നിന്റെ സ്വഭാവം ഇങ്ങനെ നീ. നാളെ വരെ നിനക്ക് സമയം ഞാൻ തരാം. ആ പന്ന മോനത്തിന് വേണമെങ്കിൽ ഞങ്ങളെ മറന്നേക്ക് എന്നേക്കുമായി. ഞങ്ങളെ വേണമെങ്കിൽ ഇനി ആ വീട്ടിൽ പോകാൻ പാടില്ല. ഉണ്ണിത്താൻ പറഞ്ഞുകൊണ്ട് രേണുകയോട് മുറിയിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. ദശവേദനയുടെ ഒന്നും കഴിക്കാതെ അവിടെ തന്നെ ഇരുന്നു. ഉണ്ണിത്താനെ കിടത്തിക്കൊണ്ട് രേണുക ദശയുടെ അടുത്ത് വന്നു. അമ്മേ, ദശ ഇടർച്ചോടെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു കേട്ടല്ലോ. അച്ഛനെ വേദനിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും വേണ്ട. ചേച്ചി, അവളെ നഷ്ടമായി. ഇനി മോളെയും വേണ്ട. മോളെ വിട്ടേക്ക്, രേണുക വാത്സല്യത്തോടെ പറഞ്ഞു. വിടാൻ വേണ്ടി അല്ലല്ലോ അമ്മയെ പ്രണയിച്ചത്. സ്നേഹിച്ചു പോയി. ഇനി ഏട്ടയില്ലാതെ എനിക്ക്. ഇടർച്ചോടെ ദശ പറഞ്ഞു. അച്ഛൻ്റെ തീരുമാനമാണ് എൻ്റെയും. അവനെ മറന്ന് അച്ഛൻ പറയുന്നത് കേൾക്ക്. രേണുക താക്കിയതോടെ പറഞ്ഞുകൊണ്ട് പോയി. ദശ കഴിക്കാതെ എഴുന്നേറ്റ് തൻ്റെ മുറിയിൽ പോയി. ദശ ഫോണെടുത്ത് രുദ്രനോട് കാര്യങ്ങൾ പറഞ്ഞു. കുറച്ചു സമയം രണ്ടുപേരും മൗനമായിരുന്നു. ദച്ചു, രുദ്രൻ മെല്ലെ വിളിച്ചു. ദശ വേദനയോടെ വിളി കേട്ടു. നിനക്കെന്ത് തോന്നുന്നു അത് ചെയ്യ്. അത് നല്ലതായാലും എതിരായാലും ഈ അസുരൻ കൂടെ ഉണ്ടാകും, ഉറപ്പ്. പുഞ്ചിരിയോടെ രുദ്രൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. നേരം പുലർന്നു. ദശ ആഹാരമൊന്നും കഴിക്കാതെ മുറിയിൽ അടഞ്ഞുകൂടി. എന്തൊക്കെ കാണിച്ചാലും ഈ കല്യാണം നടക്കില്ല. നീ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ ഞങ്ങൾ ചത്തോ? ദേഷ്യത്തിൽ ഉണ്ണിത്താൻ അലറി. ദശ ഒന്നും മിണ്ടാതെ കിടന്നു. കേട്ടാ, നമ്മുടെ മോള് അവളുടെ ആഗ്രഹം രേണുക പറയുന്നതിന് മുന്നേ. വേദു, അവളും നമ്മുടെ മോളായിരുന്നു. ഒരു കാമഭ്രാന്തിനെ കയറി പ്രേമിക്കാൻ ഇവൾക്ക് നാണമില്ലേ? സ്വന്തം ചേച്ചിയെ പീഡിപ്പിച്ച് കത്തിച്ചു വന്നു. എന്നിട്ട് ഇവൾ
എവളൊരു പെണ്ണാണോ? തെരുവേശികൾക്ക് പോലും അഭിമാനമുണ്ട്. ഥൂ! ഉണ്ണിത്താൻ കാർക്കിച്ചു തുപ്പി. മുറിയിൽ നിന്ന് കേൾക്കുന്ന ദശ രണ്ട് കാതിനെയും പൊത്തി. ദശ വേദിയുടെ അസ്ഥിത്തറയിൽ പോയി ഏറെ നേരം മൗനമായി നിന്നു. അവൾ ഉറച്ചതുപോലെ തിരിഞ്ഞു നടന്നു. ബാഗെടുത്തൊരുങ്ങി ഉണ്ണിത്താൻ്റെ മുറിയിൽ വന്നു. എന്താടി, എങ്ങോട്ടാ? ഞെട്ടലോടെ രേണുക ചോദിച്ചു. ഞാൻ പോണു, ദൂരം നോക്കിക്കൊണ്ട് ദശ പറഞ്ഞു. നിനക്ക് ഞങ്ങളെക്കാട്ടിലും അവനല്ലേ വേണ്ടത്? രേണുക അടുത്തുനിന്ന് ദശ അടിച്ചുകൊണ്ട് ചോദിച്ചു. ദശ ഒന്നും മിണ്ടാതെ അടിമേടിച്ചു. രേണു വിട്, അവൾ പോട്ടെ, ഇടർച്ചോടെ ഉണ്ണിത്താൻ പറഞ്ഞു. ദശ ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോൾ നിനക്ക് ഞങ്ങളെ വേണ്ടല്ലേ? ഉണ്ണിത്താൻ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ദൂരം നോക്കിക്കൊണ്ട് ദശ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയോ? ഉണ്ണിത്താൻ ചോദിച്ചു. എനിക്ക് ഏട്ടനെ മറന്നിട്ട് മറ്റൊരു ജീവിതം ജീവിക്കാനാകില്ല. മരിച്ചുപോയ ചേച്ചിക്ക് വേണ്ടി എൻ്റെ പ്രണയം ത്യാഗം ചെയ്യാനാകില്ല. നിങ്ങൾക്ക് വേണ്ടി മരണം വരെ ഓർമ്മകളിൽ ജീവിക്കാനും കണ്ണീരൊഴുക്കാനും എനിക്കാകില്ല, ദശ ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ മരിച്ചാലും നീ ഞങ്ങളെ കാണാൻ വരരുത്, ദേഷ്യത്തിൽ ഉണ്ണിത്താൻ പറഞ്ഞു. ദശ ഒന്നും മിണ്ടാതെ തൻ്റെ പ്രാണന് വേണ്ടി ആ വീട്ടിൽ നിന്ന് എന്നേക്കുമായി യാത്രയായി. തുടരും.